2020 NDAയിലേക്ക് എന്ന വാർത്ത വരുന്നു. കിറ്റക്സ് MD സാബു എം ജേക്കബ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി BJP സംസ്ഥാന അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വൈകാതെ 2020 NDAയിൽ എന്ന പ്രഖ്യാപനം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ പ്രധാനമന്ത്രി കൂടി തലസ്ഥാനത്തെത്തുന്ന വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം കൂടി നടക്കുന്നത്. ഒരുപക്ഷെ നാളത്തെ പ്രധാനമന്ത്രിയുടെ വേദിയിൽ 2020 പ്രതിനിധി അല്ലെങ്കിൽ 2020 NDAയിലേക്കെന്ന പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, വലിയ രാഷ്ട്രീയ നീക്കമാണ് മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പല പഞ്ചായത്തുകളിലും നിർണായക സ്വാധീനമാണ്. കുന്നത്തുനാട് മണ്ഡലത്തിൽ ഡിസിസീവ് ഫാക്ടറാണ് 2020 NDA പാളയത്തിലേക്കെന്നത് ഉറപ്പിക്കാമോ? പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമോ? ഗോകുല, തീർച്ചയായും നിസ്സംശയം പറയാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി 2020 തലവൻ സാബു എം ജേക്കബ് തിരുവനന്തപുരത്ത് ചർച്ച നടത്തുകയാണ്. ചർച്ച നടത്തുന്ന ഹോട്ടലിൽ തന്നെ അല്പസമയത്തിനകം 2020 NDAയിലേക്ക് എന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ഏതാനും നിമിഷങ്ങൾക്ക് ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ 2020 ശത്രുപക്ഷത്ത് നിർത്തിയത് കോൺഗ്രസിനെയും CPIM-നെയും ആയിരുന്നു. 2020യെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, 2020യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി CPM-ഉം കോൺഗ്രസും കക്ഷി ചേർന്നു, സഖ്യം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് സാബു എം ജേക്കബ് ആരോപിച്ചത്. ആ തരത്തിൽ ആ മേഖലയിൽ ഒന്നാകെ ജനകീയ കൺവെൻഷനുകളും അദ്ദേഹം നടത്തിപ്പോരുകയായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ 2020ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലടക്കം തൊട്ടടുത്ത പ്രദേശങ്ങൾ, കുന്നത്തുനാടുമായി ചേർന്ന് കിടക്കുന്ന തൃക്കാക്കര, ഒപ്പം എറണാകുളം നിയമസഭാ മണ്ഡലങ്ങളിലടക്കം 2020ക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ആ തരത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ NDAയിലേക്കുള്ള കടന്നുവരവിലൂടെ സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA, പ്രത്യേകിച്ച് BJP മധ്യ കേരളത്തിൽ ചുവടുറപ്പിക്കുന്നതിനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുകയാണ്. അതിലാണ് നേരത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നുള്ള ശ്രമമൊക്കെ അവർ നടത്തിയത്. അതിന്റെ ഭാഗമായാണ് ഒടുവിൽ ആ മേഖലയിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ 2020, നേരത്തെ കുന്നത്താട് പഞ്ചായത്ത് നിരവധികാലം ഭരിച്ച 2020 NDAയിലേക്ക് വരുന്നു. അതിലൂടെ ആ മണ്ഡലമോ അല്ലെങ്കിൽ സമീപത്തുള്ള മണ്ഡലങ്ങളിലോ മുന്നേറ്റം ഉണ്ടാക്കാനാകും എന്ന് BJP കണക്കുകൂട്ടുന്നു, പ്രതീക്ഷിക്കുന്നു. ആ പ്രഖ്യാപനം അല്പസമയത്തിനകം തിരുവനന്തപുരത്തുണ്ടാകും. നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന BJPയുടെ ഈ മിഷൻ കേരള, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ തുടക്കം കുറിക്കുന്ന മിഷൻ കേരളയിൽ, അതിന്റെ വേദിയിൽ 2020 അധ്യക്ഷൻ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടാകും. എന്താണെങ്കിലും ഏറെക്കുറെ ഉറപ്പിക്കുന്നു. കിറ്റക്സ് 2020 NDAയിലേക്ക് എത്തുന്നു. അല്പസമയത്തിനത് പ്രഖ്യാപനം ഉണ്ടാകും. BJPയുടെ അലക്സ്, നാളെ പ്രധാനമന്ത്രി എത്തുമ്പോൾ വലിയ നേതാക്കൾ വലിയ രാഷ്ട്രീയ ചൂടുമാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് നേരത്തെ തന്നെ BJP നേതാക്കൾ ഇത്തരത്തിലുള്ള പറച്ചിലുകളുണ്ടായിരുന്നു, അടക്കം പറച്ചിലുകളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു പാർട്ടി ഒന്നാകെ, അതായത് 2020 എന്ന പാർട്ടി ഒന്നാകെയാണ് എത്തുന്നത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും ശക്തിയുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി. ഗോകുല്, തീർച്ചയായും. അതായത് എറണാകുളം ജില്ലയിൽ സാധാരണഗതിയിൽ BJPക്ക് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ, നഗരമേഖലകളിൽ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെങ്കിലും റൂറലിലേക്ക് പോയാൽ, പ്രത്യേകിച്ച് കുന്നത്താണ് മേഖലയിലേക്ക് പോയാൽ അവർക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനാകില്ല എന്ന വിമർശനം അവർ സ്വാഭാവികമായി കേട്ടിരുന്നതാണ്. ആ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാനാണ്. പ്രത്യേകിച്ച് എറണാകുളത്ത് ഒരു 3-4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2020യുടെ വരവോടുകൂടി BJPക്ക് NDAക്ക് സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലമെങ്കിലും പിടിച്ചടക്കാനാകും എന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് 2020യുടെ വരവോടുകൂടി. പ്രത്യേകിച്ച് ഒരു ദേശീയ മുന്നണിയാണ്. അതിന്റെ വരവോടുകൂടി ഒരു നിയമസഭാ മണ്ഡലമെങ്കിലും മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പിടിച്ചടക്കാനാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. അതിനുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങൾ പ്രാരംഭ ചർച്ചകൾ നടന്നിരുന്നു. അതിന്റെ അന്തിമ ചർച്ച പുരോഗമിക്കുന്നു. അല്പസമയത്തിനകത്ത് പ്രഖ്യാപനം ഉണ്ടാകും. തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ 2020ക്ക് നൽകണം, ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ NDA ബാനറിൽ 2020 സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്, വരും ദിവസങ്ങൾ കാണേണ്ടതാണ്. ഇന്ന് NDA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ ആ യോഗത്തിൽ നടന്നിരുന്നു. പ്രധാനപ്പെട്ട കക്ഷികൾ അവർക്ക് ആവശ്യമുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് BDJS അടക്കം ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇനി ക്ലാഷ് ഉണ്ടാകാത്ത തരത്തിൽ എറണാകുളം ജില്ലയിൽ മുമ്പ് 4 പഞ്ചായത്തുകൾ വരെ ഭരിച്ച 2020 ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചെടുത്ത ഏറ്റവും 2 പഞ്ചായത്താണ് ഇപ്പോൾ ഭരണമുള്ളത്. എങ്കിൽ പോലും എറണാകുളം ജില്ലയിൽ ഒരുപാടിടങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിലായി സ്ഥാനാർത്ഥികളെ അടക്കം ഫീൽഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് താഴെത്തട്ടിൽ അണികളുള്ള, പ്രവർത്തകരുള്ള, സ്വാധീനമുള്ള, സാന്നിധ്യമുള്ള പാർട്ടിയാണ് 2020. 2020യാണ് ഇപ്പോൾ NDAയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരുപക്ഷെ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തിരുവനന്തപുരത്തെ പരിപാടിയിൽ വേദിയിൽ തന്നെ 2020യുടെ സാന്നിധ്യവും ഉണ്ടായേക്കാം. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.